ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. കുറച്ച് ആൾക്കാർ നമ്മളെ അക്കൗണ്ടിൽ വന്നിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, ബ്രോ എന്തെങ്കിലും ജോബ് വേക്കൻസി ഉണ്ടോ UAE-ൽ, എങ്ങനെയെങ്കിലും നാട്ടിൽ അത്യാവശ്യം ഇടങ്ങേറാണ്, എങ്ങനെയെങ്കിലും അങ്ങോട്ട് വന്നിട്ട് കേച്ചിലാവാന്നുള്ള മൈൻഡ് സെറ്റിലാണ് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് അവരോട് ആദ്യം തന്നെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പൊന്നു മക്കളെ, ഓടിക്കതച്ച് ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾ വരാനുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 2 മാസം, അതും ഈ ടൈമിൽ, ഈ ചൂടിൻ്റെ ഈ ടൈമിൽ ഒന്ന് UAE-ക്ക് വന്ന് നോക്കുക. എന്നിട്ട് ആ 2 മാസം ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് നോക്കുക ആദ്യം. എന്നിട്ട് മാത്രം നിങ്ങൾ വിസയും കാര്യങ്ങളും അടിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ജോബിന് വന്നാൽ മതി. അതിൻ്റെ മുന്നേ തന്നെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇടങ്ങേറാവും. നാട്ടിൽ തന്നെ എന്തെങ്കിലും നല്ല രീതിക്ക് പഠിച്ചിട്ട് അവിടെ തന്നെ എന്തെങ്കിലും ജോബ് നോക്കണവും നല്ലത്. ഇവിടെ നിങ്ങൾ പുറമേ നിന്ന് കാണുന്ന പോലെയല്ല. പലരും പല സ്റ്റാറ്റസും സ്റ്റോറീസ് ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും അതാണ് ദുബായ്. അതല്ല ദുബായ്. ദുബായിക്ക് വേറൊരു മുഖം തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുക വെച്ചാൽ, മാക്സിമം നിങ്ങൾ പഠിച്ചിട്ട് അവിടെ തന്നെ നല്ലൊരു ജോബ് വാങ്ങി അവിടെ തന്നെ സെറ്റിലാവും നോക്കി. ഇങ്ങോട്ട് പലരും പറയണത് കേട്ടിട്ട് ഇങ്ങോട്ട് കയറി വരാൻ നിൽക്കണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ട് എൻജോയ്മെൻ്റ് ഉണ്ടാവില്ല, ഒരു തേങ്ങ ഉണ്ടാവില്ല. സീരിയസ് ആയി പറയല്ലോ, ഒരു തേങ്ങ ഉണ്ടാവില്ല. രാവിലെ നീക്ക പണിക്ക് വരിക, പിന്നെയും പോയി കിടന്നുറങ്ങുക, ഇതന്നെ ആവും ഇവിടെ റിപ്പീറ്റ്. ഇവിടെ വേറൊരു തേങ്ങയില്ല. പലരും പല വീഡിയോസ് കാണിച്ചു തരും. അത് അവർക്ക് ചിലപ്പോൾ മന്ത്ലി ഒരു ടേക്ക് കിട്ടുമ്പോൾ ഒന്ന് പുറത്ത് പോയി ശ്വാസം വിടുന്നതിൻ്റെ വീഡിയോസ് ആവും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യണത്. അതും കണ്ട് ഇതന്നെ ദുബായ് അല്ലെങ്കിൽ ഇതന്നെ എൻജോയ്മെൻ്റ് എന്ന് വിചാരിച്ചിട്ട് ഈ ഇടങ്ങേറിയൊക്കെ കയറി വന്നാ മോനെ ഇച്ച് പെട്ട്. ഉള്ള കാര്യം പറയാലോ, എൻ്റെ ജീവിതം കഴിഞ്ഞ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മാക്സിമം നല്ല ജോബ് എങ്ങനെയെങ്കിലും നല്ല രീതിക്ക് പഠിച്ചിട്ട് അവിടെ തന്നെ ജോബ് വാങ്ങിക്കോളി. ഇങ്ങോട്ട് കയറി വരണം. അപ്പം ശരി.